വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മൾ ഇനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. ആ വാർത്ത വരുന്നത് അന്തർദേശീയ വാർത്തയാണ്, ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത കൂടിയാണ്. അതിലേക്കാണ് നമ്മൾ പെട്ടെന്ന് കടക്കുന്നത്. ലെബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ നടുക്കി പേജർ ആക്രമണം. ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു. 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു. ഹിസ്ബുള്ള പ്രവർത്തകർ മൊബൈൽ ഫോണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന പേജറുകളാണ് കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത്. ലെബനനിലും സിറിയയിലും ഒരേ സമയം നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ 8 പേരും സിറിയയിൽ 7 പേരുമാണ് കൊല്ലപ്പെട്ടത്. ലെബനനിൽ കൊല്ലപ്പെട്ടവരിൽ 8 വയസ്സുകാരിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ലെബനൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലെബനനിൽ മാത്രം 2750 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100ഓളം ആശുപത്രികളിൽ അടിയന്തര സാഹചര്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മുഖവും കൈകളും തകർന്ന നിലയിലാണ് ഭൂരിഭാഗം പേരെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സിറിയയിലെ ഡമാസ്കസിലാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് പുതിയ സംഭവം. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ലെബനനിലെ ഇറാൻ അംബാസിഡർ മൊജദ്ബ അമാനിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി ഇറാൻ സ്ഥിരീകരിച്ചു. സംഘടിത ആക്രമണമാണ് നടന്നതെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം. ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നതായാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ഈ വാർത്തയിൽ ഒരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. ഒരു മരണം കൂടി സ്ഥിരീകരിച്ചു എന്നതാണ്. മരണസംഖ്യ ഇപ്പോൾ 16 അല്ലെ പ്രജൻ? യെസ്, കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചെയ്യുന്നു. രാംകുമാർ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കണം. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു ഗതി മാറുകയാണോ? അത്തരം സൂചനകളാണോ വരുന്നത്? ഈ രീതിയിലുള്ള ഒരു ആക്രമണം അത് നമ്മൾ മുൻപ് കേട്ടിട്ടില്ല. പേജറുകൾ പൊട്ടിത്തെറിച്ച് ആക്രമണം നടത്തുക, അതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട്. നമുക്ക് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആദ്യം എന്താണ് ഈ കാഷ്വാലിറ്റിയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് 3:30 കൂടിയിട്ടാണ്, ലെബനനിലെ പ്രാദേശിക സമയം അനുസരിച്ച് 3:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഇത് വ്യാപകമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഏകദേശം 4000ഓളം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. 100ഓളം ആശുപത്രികളിലാണ് ഇത്തരത്തിൽ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 150 പേരുടെയെങ്കിലും നില അതീവ ഗുരുതരമെന്നാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം പങ്കുവെക്കുന്ന ഒരു വിവരം. ലെബനനിൽ മാത്രം ഇപ്പോൾ 9 പേർ മരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സിറിയയിലും സമാനമായ രീതിയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. അവിടെ 7 പേർ മരിച്ചുവെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആകെ മരണസംഖ്യ ഇപ്പോൾ 16ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അസാധാരണമായ ഒരു സംഭവ വികാസമാണ് ഇത്. അതുമാത്രമല്ല, ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു. അവർക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ ഈ ഹിസ്ബുള്ള അതിൽ ഇടപെടുകയും ഇസ്രായേലിലേക്ക് നിരന്തരം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ അതിന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു വർഷമായി തുടരുന്ന ഈ ഒരു പോര് ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവത്തോടു കൂടി. ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അവർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ കൂടി പേജറുകൾ ഇത്തരത്തിൽ അസാധാരണമായി പൊട്ടിത്തെറിച്ച് വ്യാപകമായി ആളുകൾക്ക് പരിക്കേൽക്കുകയും അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വലിയ തോതിൽ തകരുകയും ചെയ്ത, ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകരുകയും ചെയ്ത ഈ ഒരു സംഭവത്തിൽ ഹിസ്ബുള്ള സംശയമേതുമില്ലാതെ തന്നെ പറയുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന്. അതുമാത്രമല്ല, ലെബനനിലെ ഔദ്യോഗിക ഭരണകൂടവും ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ലെബനന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് ലെബനന്റെ ഭരണകൂടം ഇതിനെ വിമർശിക്കുന്നത്. ഇറാനും സമാനമായ ആരോപണം ഇസ്രായേലിനെതിരെ ഉന്നയിക്കുന്നു. അത്യന്തം നീചമായ ഒരു ആക്രമണം, സാധാരണക്കാരായ മനുഷ്യരെ കൂടി അപകടത്തിലാക്കും വിധം നീചമായ ഒരു ആക്രമണം എന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഹമാസ് അതുപോലെ തന്നെ സിറിയയിലെ ഈ സായുധ സംഘടനകൾ ഉൾപ്പെടെ ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരെ അവർ പോര് കടുപ്പിക്കുമ്പോൾ പോലും അവർ ഇറാന്റെ പിന്തുണയുള്ള
ഒരു സംഘടനയാണ്. അവർക്ക് ഇസ്രായേലിനെതിരെ പോര് കടുപ്പിക്കുമ്പോൾ പോലും അവർക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. 450ഓളം അംഗങ്ങളെയാണ് അവർക്ക് ഈ ഒരു വർഷത്തിനിടയിൽ നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാംകു, അത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇലക്ട്രോണിക് ഡിവൈസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ മാത്രം കെൽപ്പുള്ള എന്താണ് അത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ പെഗസസ് പോലുള്ള ചാര സോഫ്റ്റ്വെയർ ഇസ്രായേലിന് ഉള്ളതാണ് നമുക്കറിയാം. പക്ഷേ ഈ രീതിയിൽ പേജറിലേക്ക് ഈ എന്തെങ്കിലും പ്രോഗ്രാമുകൾ വഴിയോ ഒക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യം ശാസ്ത്രത്തിന് മുന്നിൽ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു മുന്നറിയിപ്പ് അത് കൃത്യമായി ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇതിനോടകം നൽകി കാണില്ലേ? പ്രജിൻ, ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അടുത്ത കാലത്ത് അവരുടെ ഈ ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച ഉപകരണമാണ് ഇത് വളരെ അഡ്വാൻസ്ഡ് പേജറുകളാണ് അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാങ്കേതികമായ വിശദീകരണത്തിലേക്ക് ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ലെബനനോ ഇറാനോ ഒന്നും തന്നെ ഇപ്പോൾ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് ഇത് സംഘടിതമായ ഒരു ആക്രമണമാണ്, ഇസ്രയേലിൻ്റെ ഇലക്ട്രോണിക് ആക്രമണം എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഹിസ്ബുള്ള അംഗങ്ങൾ അവർ പല സ്ഥലത്തായിട്ടാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പോക്കറ്റിൽ കിടന്ന പേജർ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ മകളോടൊപ്പം ഇരിക്കുന്ന ഒരാളുടെ പേജർ പൊട്ടിത്തെറിക്കുന്നു. ഇത്തരത്തിൽ ഒരു 10 വയസ്സുകാരി ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആദ്യം ഹിസ്ബുള്ള ഇതിൽ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടോ എന്നതിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ രണ്ടാമത് അവരുടെ പ്രതികരണത്തിൽ അവർ പറയുന്നത് അവർ പ്രാഥമിക വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇത് സംഘടിതമായ ഒരു ആക്രമണമാണ്, അതിനു പിന്നിൽ ഇസ്രായേലാണ് എന്നാണ്. എന്നാൽ ഇതിനൊരു സാങ്കേതിക വിശദീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പ്രജിൻ, ശരി, എന്തായാലും ഒരു വലിയ ആക്രമണം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരേ സമയത്താണ് ഈ രീതിയിൽ അത്ഭുതകരവുമാണ്. അതെ, 2 സ്ഥലങ്ങളിൽ 2 രാജ്യങ്ങളിൽ 2 പ്രദേശങ്ങളിലാണ് ഒരേ സമയത്ത് സംഘടിതമായ ആക്രമണം. ഒന്നിലധികം പേജറുകളിൽ ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുക. അതിന് പിന്നിൽ എന്ത് ബുദ്ധിയാണ്, അത് എന്ത് ടെക്നോളജിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇസ്രായേലാണ് ഇതിന് പിന്നിൽ എന്ന് ഒരു സംശയത്തിനും ഇട നിൽക്കാത്ത കാര്യത്തിൽ ഹിസ്ബുള്ള പറയുന്നുമുണ്ട്. അപ്പോൾ കണ്ടറിയാം. തുടർ പ്രതികരണങ്ങൾ വരട്ടെ.